നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. നാളെ പുലർച്ചെ 3:30 നമ്മുടെ സ്വന്തം ബ്രസീൽ ഇറങ്ങുന്നു, കളിക്കാൻ ഇറങ്ങുന്നു. ബ്രസീൽ മൊറോക്കോയെ നേരിടുന്നു. മൊറോക്കോയാണെങ്കിൽ അട്ടിമറി വീരന്മാരാണ്. കഴിഞ്ഞ ലോകകപ്പ് കണ്ട എല്ലാവർക്കും അറിയാം മൊറോക്കോ എന്താണ് മൊറോക്കോ എന്ന്. മൊറോക്കോയെ എന്നും തള്ളിക്കളയാനേ കഴിയില്ല. മൊറോക്കോ അതിഗംഭീരന്മാരാണ്. ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ ബ്രസീലിനൊപ്പം തന്നെ ശക്തിയുള്ള ടീമായിട്ട് തന്നെ മൊറോക്കോയെ കാണണം. ബ്രസീലാകട്ടെ അവരുടെ സൂപ്പർ താരം നെയ്മർ പരിക്ക് മൂലം ഇന്ന് കളിക്കാനാകില്ല. ആദ്യത്തെ കളി മൊറോക്കോക്കെതിരെ കളി നഷ്ടമാകുമെന്ന് നേരത്തെ തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് നെയ്മർ ഇല്ല അവരുടെ കളിക്കാൻ അവരുടെ നിരയിൽ. മുന്നേറ്റത്തിൽ വിനീഷ്യസ് ജൂനിയർ വിനിയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ബ്രസീൽ. വിനീഷ്യസിലാണ് പ്രതീക്ഷ മുഴുവൻ. മുന്നേറ്റത്തിൽ ഗോളുകൾ അടിക്കാൻ വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നത് പോലെ തന്നെ, അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കും പോലെ തന്നെ ഇന്ന് ബ്രസീലിന് വേണ്ടി കളിക്കുമെന്ന് പ്രതീക്ഷയിൽ തന്നെയാണ് ബ്രസീൽ ആരാധകർ. വിനീഷ്യസ് ജൂനിയറിലാണ് മുന്നേറ്റത്തിൽ പ്രതീക്ഷ മുഴുവൻ. വലിയ പരുക്ക് കാരണം വലഞ്ഞ ഒരു ടീമാണ് ബ്രസീൽ. കാരണം പരുക്ക് കാരണം നെയ്മർ മാത്രമല്ല, എസ്റ്റാവോ വിലിയൻ, എഡർ മിലിറ്റാവോ, വെസ്ലി, ഇങ്ങനെ താരങ്ങൾ പരുക്ക് കാരണം പുറത്തുപോയ മിടുക്കന്മാരായ താരങ്ങൾ ഒട്ടനവധിയാണ്. ബ്രസീലിന് ഇന്ന് പക്ഷെ ജയിച്ച് തുടങ്ങിയേ മതിയാകുള്ളൂ. മൊറോക്കോയെ തകർത്തേ പറ്റുള്ളൂ. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിൽ മാർക്കിഞ്ഞോസും ഗബ്രിയേൽ മഗല്യസും ഉൾപ്പെട്ട ഒരു സഖ്യത്തിലാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലേയോ അതല്ലെങ്കിൽ ഡാനിലേയോ അല്ലെങ്കിൽ ഇബാനസോ റൈറ്റ് വിങ് ബാക്കിൽ. ഇവരിൽ ആരെങ്കിലും ഒരാളെ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിക്കും. അവരെല്ലാം ക്ലിക്കാകും എന്ന ഒറ്റ പ്രതീക്ഷയിലാണ് കാർലോ ആഞ്ചലോട്ടി. മുന്നേറ്റത്തിൽ വിനീഷ്യസിനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട് കാർലോ ആഞ്ചലോട്ടി. വിനീഷ്യസ് ഗോൾ അടിക്കും. അങ്ങനെ മൊറോക്കോയെ തകർത്ത് ബ്രസീലിന് ഈ ലോകകപ്പിൽ ഗംഭീര അരങ്ങേറ്റം. അടുത്ത കളിയാകുമ്പോഴേക്കും ഹെയ്ത്തിക്കെതിരായ കളിയാകുമ്പോഴേക്കും നെയ്മർ എത്തും. അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടാനില്ല ഈ കളിയെ. പക്ഷേ ഇതാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളി. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായ എതിരാളികൾ മൊറോക്കോയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിൻ്റെ. അപ്പോൾ മൊറോക്കോയെതിരായ കളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കളി. മൊറോക്കോയെ തോൽപ്പിക്കണം. നെയ്മർ ഇല്ല എങ്കിലും മൊറോക്കോയെ ബ്രസീലിന് തോൽപ്പിച്ചേ പറ്റൂ. ബ്രസീൽ അത് ചെയ്യും. അങ്ങനെ ലോക ഫുട്ബോളിലെ ആരാധകരെ മുഴുവൻ ആനന്ദ നൃത്തം ആറാടിക്കും ബ്രസീൽ. കാർലോ ആഞ്ചലോട്ടി എന്ന പ്രതീക്ഷയിലാണ് എല്ലാ ബ്രസീൽ ആരാധകരും. അത് സംഭവിക്കട്ടെ.